ഹലോ നമസ്കാരം, ജംഷൻ റോക്സ്ലോ മാർബിൾസിന്റെ. അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു മാർബിളാണ്. നമ്മളിപ്പോ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ വൈറ്റ് മാർബിളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതുവരെ ചെയ്തതൊക്കെ ഏകദേശം വൈറ്റ് കളറിലെ മെറ്റീരിയലാണ് നമ്മൾ എല്ലാം വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പൊ ഇതാണ് ആ കല്ല് വരുന്നത്. രാംപൂർ ബ്ലാക്ക് പറഞ്ഞ ബ്ലാക്ക് ആണ്. ഏകദേശം കണ്ടു കഴിഞ്ഞാല് ഗ്രാനൈറ്റിന്റെ അതുപോലെ തോന്നിക്കുന്ന കല്ലാണ്. എന്നാലോ വിലയോ സാധാരണ നോർമൽ റേറ്റേ വരുന്നുള്ളൂ. ഗ്രാനൈറ്റ് ഇപ്പൊ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ എബോവ് 150 150 മുകളിലുള്ള റേറ്റിലെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രാനൈറ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ സ്ഥാനത്ത് നമുക്ക് വെറും 85 രൂപ റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. കണ്ടു കഴിഞ്ഞാലോ ഗ്രാനൈറ്റിന്റെ ഒരു ഇത് മാത്രമാണ് വരുന്നത്. ഇപ്പോ ഇന്നാളൊരു കസ്റ്റമർ എന്നോട് ചോദിക്കണ്ടേ, ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ട് ഈ മെറ്റീരിയൽ കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ഗ്രാനൈറ്റിന്റെ മാച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാനൈറ്റിന്റെ കമ്പയർ ചെയ്ത് സംസാരിച്ച സമയത്ത് കസ്റ്റമർ എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഗ്രാനൈറ്റ് ഇടല്ലേ? ഗ്രാനൈറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് മാർബിൾ വിരിച്ച് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരില്ലേ? അതായത് ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് തീർക്കാം ഗ്രാനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ. മാർബിൾ ആണെങ്കിൽ ഏകദേശം 20-25 ദിവസം സമയം എടുക്കും. പിന്നെ എന്തിനാ മാർബിൾ നമുക്ക് പോണത്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് ഈ ഒരു മെറ്റീരിയല്, ഈ ഒരു കളറുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽ കിട്ടാന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും. 75, 80, 90, 100 രൂപന്റെ ചോട വരുന്ന ഗ്രാനൈറ്റ് കിട്ടുന്നുണ്ട്. ഏകദേശം ഇതിനോട് സാമ്യമുള്ള കല്ല്. അതൊക്കെ കർണാടക മെറ്റീരിയലാണ്. കർണാടക മെറ്റീരിയൽ ശരിക്കും നമുക്ക് ഗ്രാനൈറ്റ് ആണെന്ന് തന്നെ പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ്, കംപ്ലൈന്റുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് സൈറ്റുകൾ പോകുന്ന സമയത്ത് അവിടെ ഗ്രാനൈറ്റ് പൊടിഞ്ഞു പോരുക, അതുപോലെ ചെളുക്ക് പൊന്തുക, കളർ ഫെയ്ഡ് ആകുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ മെറ്റീരിയലൊക്കെ വരുന്നത് കർണാടക ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു വരുന്ന കല്ലിനാണ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ശരിക്ക് അസ്ലി ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന്ധ്രന്റെ മെറ്റീരിയലാണ്. ആന്ധ്രന്റെ മെറ്റീരിയൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കല്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 150 രൂപ അല്ലെങ്കിൽ 140 രൂപന്റെ മുകളിൽ എന്തായാലും അതിന് മിനിമം റേറ്റ് വരും. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നല്ല ഒരു ഇറ്റാലിയൻ മാർബിൾ എടുക്കുന്ന റേറ്റുമൊക്കെ ഏകദേശം എത്തും. അതും നമുക്ക് ഈ ഡാർക്ക് കളറിലാണ് വരുന്നത്. ആ സ്ഥാനത്ത് നമുക്ക് ഇവിടെ 100 രൂപന്റെ താഴെ ഒരു 80-85 രൂപ റേറ്റ് വരുന്ന ഈ മെറ്റീരിയൽ നമ്മൾ വർക്ക് പണിക്കൂലി ഇപ്പൊ ഏകദേശം വരുന്നതെന്ന് വെച്ചാൽ മാർബിളും ഗ്രാനൈറ്റും തമ്മിലുള്ള പണിക്കൂലി ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. 10 രൂപ 15 രൂപ ഓരോ ഏരിയയിൽ ഓരോ റേറ്റ് ആണ്. പക്ഷേ ഒരു 10 രൂപ 15 രൂപന്റെ മാറ്റം മാത്രമാണ് സ്ക്വയർ ഫീറ്റുമ്പോ മാർബിളുമേ ഗ്രാനൈറ്റും മാർബിളും തമ്മിലുള്ള പണിക്കൂലി മാറ്റം വരുന്നത്. ഇപ്പൊ നമ്മളൊരു 1500 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മൊത്തത്തില്, അതായത് വീട് മൊത്തം ലേബർ കോസ്റ്റില് ഒരു 15,000 രൂപ 20,000 രൂപയാണ് ആകെ നമുക്ക് ടോട്ടല് മാറ്റം വരുന്നത്. അതായത് ഗ്രാനൈറ്റും മാർബിളും തമ്മിലുള്ള ലേബർ കോസ്റ്റ്. അതായത് നമുക്ക് പോളിഷിന്റെ വർക്കൊക്കെ ഉൾപ്പെടെ ഉണ്ടോ പറയണത്, വെറും വിരിക്കല് മാത്രമല്ല. ആ റേറ്റ് വെച്ചിട്ട് നമുക്കിപ്പോ സാധാരണ ഈ റേറ്റില് നമുക്ക് കിട്ടുക ഇവിടുത്തെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമുക്ക് കിട്ടുക. ബാംഗ്ലൂർ സ്റ്റോൺ എടുക്കുന്നതിലേറെ നമുക്ക് എത്ര ലൈഫ് ലോങ് ഉപയോഗിക്കാൻ കിട്ടണേ മാർബിൾ എടുക്കണല്ലേ അതിലേറെ ബെറ്റർ വരുന്നത്. ഇപ്പൊ നമ്മൾ മാർബിൾ എടുത്ത് കഴിഞ്ഞാൽ മെച്ചം എന്താ വെച്ചാൽ നമ്മളിപ്പോ മാർബിൾ ബിസിനസ്സിനായിട്ട് മാർബിളിനെ മാത്രം പൊക്കി പറയല്ല, മാർബിൾ എടുത്ത് കഴിഞ്ഞാലല്ലേ ബെറ്റർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു 20 വർഷമോ 25 വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് റീപോളിഷ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാം. അത് അന്ന് എന്താണോ റേറ്റ് അത് വെച്ചിട്ട് നമുക്ക് റീപോളിഷ് ചെയ്യാൻ കഴിയും. ആ റീപോളിഷ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ തൊട്ട് മുമ്പത്തെ ദിവസം മാർബിൾ വിരിച്ച് വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടോ ഫിനിഷിങ്, അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് 20-25 വർഷം കഴിഞ്ഞാലും ആ മാർബിൾ നമുക്ക് നിലനിർത്താൻ കഴിയും. ഇതാണ് നമുക്ക് മാർബിളും ഗ്രാനൈറ്റും തമ്മിലുള്ള മാറ്റം വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക. പിന്നെ മാർബിളുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്ത് ഡീറ്റെയിൽസിനും നമ്പറിൽ വിളിച്ചാൽ മതി. അതുപോലെ നമ്മളെ പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.